അവനെ വണ്ടി എടുത്താലോ? Con ese fuego ardiendo dentro de ese corazón. എന്നാ സാധന? Mientras la sangre corre por su vena, mientras se llenan de fuego. നമ്മള് ചെയ്യാത്ത റോളില്ല ഭായി. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അവനെ വണ്ടി എടുത്താലോ? സാധനം എന്നായിരുന്നു പ്രോഡക്റ്റ്? എന്നാ പറഞ്ഞ? ഇത് റെസിൻ അല്ലേ? മറ്റേ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ്. പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് അല്ലേ? അങ്ങനെയല്ല അതിന്റെ ഫുൾ ഫോം? അതെ അതെ, കൊണ്ടോട്ടാ. ഓക്കെ. എന്നാലും ആവശ്യത്തിന് സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളൊരു വെയർ ഹൗസ് ആയിരുന്നു. കുഴപ്പമില്ല അല്ലേ ബൈ? കുഴപ്പമില്ല. നിങ്ങൾ ഈ ട്രക്ക് നിർത്തിയേക്കുന്നുണ്ടോ? ഇത് റെയിൽവേ ക്രോസിന്റെ വട്ടത്തിനാ. ഇതിലും വലിയ പൊട്ടനെ നോക്കിക്ക് ആലോചിച്ച് എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ട്. റെയിൽവേ ട്രാക്ക് ആണ്, എപ്പോ വേണേലും ട്രെയിൻ വരാം. നമുക്ക് റെഡ് ലൈറ്റ് ആയതുകൊണ്ട് വണ്ടികളെല്ലാം ക്യൂ നിൽക്കുക. കറക്റ്റ് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവരുത്തിനിട്ടേക്കുന്നു. റെയിൽവേ പാളം എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇപ്പൊ ട്രെയിൻ വരുന്നില്ലെങ്കിലും ഗേറ്റ് ക്ലോസ് ഉള്ളതിലും അത് ബ്ലോക്ക് ചെയ്ത് നിർത്താവോ? നമ്മളെപ്പോഴും അതിന് വഴി കിട്ടല്ലേ നിർത്താവുള്ളൂ. എന്നാ ട്രാക്ടർ അല്ലേ? കോതറൻ സാധനങ്ങള്. നമ്മുടെ വീടിന്റെ അവിടെ ഇങ്ങനത്തെ ട്രാക്ടറാ. എവിടെ? ഞങ്ങളുടെ വീടിന്റെ അവിടെ നല്ല രീതിയിൽ ഫാമിംഗ് നടക്കുന്നുണ്ടോ? പിന്നെ രണ്ടാക്ക് ഫാർമേഴ്സിന്റെ ഏരിയ അല്ലേ? രണ്ടാക്ക് മാർക്കഡേല്. ഞങ്ങളുടെ അടുത്തുള്ള ബാരി ഫാമിംഗ് വന്നിട്ടില്ല അല്ലേ? അത് പറഞ്ഞു കേട്ടോ. സെറ്റാ. ഭാര്യ താമസിക്കണ ഭാര്യയിൽ ഇഷ്ടംപോലെ മലയാളീസും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? പിള്ളേർക്കുള്ള സ്കൂളും ഗ്രോസറി ഷോപ്പും എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ ലണ്ടൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇപ്പൊ പയ്യെ ഭാര്യയിലേക്ക് വരുന്നതായിട്ട് ഇങ്ങനെ കേട്ടാ ശരിയാണോ? അല്ല, അത്രയും തള്ളണ്ട. അത്രയും തള്ള ഉള്ള ആളെ പറഞ്ഞാൽ മതി, നമുക്ക് അറിയില്ലല്ലോ. അത് നയാഗ്രയെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ഓ, അവിടെ കഴിഞ്ഞാൽ നയാഗ്രയായിരിക്കും. ലണ്ടൻ കഴിഞ്ഞാൽ പിന്നെ നയാഗ്രയാ മലയാളികളുടെ. ഭാര്യയില് കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാല് IT-ക്കാര് നന്നായി വരുന്നുണ്ട്. നമ്മുടെ മലയാളീസ് തന്നെ ഇപ്പം IT-ക്കാർ അവിടെ കൂടുതലുള്ളൂ. ഇപ്പൊ ട്രക്കേഴ്സ് കുറവാ അവിടെ. ട്രക്കേഴ്സ് ഞാനൊരു പോള് പോയി അങ്ങനെ 5-6 പേരൊക്കെ ഉള്ളൂ. പിന്നെ 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 കിച്ചണർ എന്ന് മലയാളീസ് ഉണ്ട്. ഹാമിൽട്ടണിലെ കിച്ചണർ. എനിക്കൊന്ന് ഹാമിൽട്ടണിലാണ് മലയാളി അസോസിയേഷൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടായത്. ഹാമിൽട്ടൺ, ശരിയാ. ഹാമിൽട്ടൺ മലയാളി അസോസിയേഷൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കുള്ളൂ. ബ്രോ ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണി ഏതാ? ബിരിയാണി സോഫാർ നമ്മുടെ ഏറ്റവും അടിപൊളി കഴിച്ചേക്കുന്നത് മിസ്റ്റർ ജോൺസിന്റെ ബിരിയാണി. മിസ്റ്റർ ജോൺസിലെ ബ്രാംപ്ടന്റെ മിസ്റ്റർ ജോൺസ് പറഞ്ഞ റെസ്റ്റോറന്റ് അതിന്റെ ബ്രാംപ്ടൺ. ബ്രോയോ? 2 ലൊക്കേഷനും അടിപൊളിയാണ് അവരുടെ. എനിക്ക് മറ്റേ കൈമ റൈസ് നമ്മള് മലബാർ ആയതുകൊണ്ട് കേരള ന്യൂക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് സ്റ്റാർബോയില. കേരള ന്യൂക്ക്. അവിടുത്തെ മട്ടനും ബീഫ് ബിരിയാണിയും ഒക്കെ സൂപ്പറാ. മിസ്റ്റർ ജോൺസും എനിക്ക് ഇഷ്ടമാട്ടോ. കാരണം നമ്മള് ഇവിടുത്തെ സ്കാർബോ ലൊക്കേഷൻ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ ബ്രാംപ്ടൺ ലൊക്കേഷൻ പോയിട്ടുണ്ടോ? ബ്രാംപ്ടണിൽ പോയിട്ടില്ല. ബ്രാംപ്ടണില് അധികമായിട്ടില്ല. റീസെന്റ് അല്ല, ഒരു 6 months എനിക്ക് തോന്നുന്നു, അത്രയൊക്കെ തോന്നുന്നു. അത് ഈയിടെ തുടങ്ങിയതാ. കാരണം മിസ്റ്റർ ജോൺസിന്റെ സ്കാർബോ അടിപൊളിയാന്ന് ഇങ്ങനെ അർജുൻ ഭായ് പണ്ട് പറഞ്ഞ് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങക്ക് ഇതിന് മാത്രം അടിപൊളി എന്ന് പറയാൻ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ടിറ്റോപ്പൻ സ്കാർബോ മിസ്റ്റർ ജോൺസിന്റെ ഫാനാ. ടിറ്റോപ്പൻ അതിന്റെ ഷെഫ് ആയിരുന്നെന്ന് പറഞ്ഞു. എന്തൊക്കെയാ നമുക്ക് പറയുന്ന പോലെ നമ്മള് ചെയ്യാത്ത റോളില്ല ഭായി. ടിറ്റോഭായി ലൈസൻസ് എടുക്കട്ടെ, നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ വെക്കാം. എങ്ങനെയായിരുന്നു ലൈസൻസിന്റെ പ്രോസസ്, ജീവിതത്തിലെ കഥകളൊക്കെ പറഞ്ഞോണ്ട്. ഒത്തിരി കഥകളുള്ള പുള്ളിയാണെന്നാണ് അല്ലേ? ഇഷ്ടം പോലെ കഥകളേ ഉള്ളൂ. നല്ല രസാ. നമുക്ക് നല്ല എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു ഒരിക്കലും ബോറടിപ്പിക്കില്ലാത്ത ലൈസൻസ് കിട്ടി കഴിയുമ്പോഴേ അപ്പൊ നമുക്ക് ട്രക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് പെട്ട പാടുകളും എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിരിക്കുമല്ലോ പുള്ളി ഇപ്പം പഠിച്ചിറങ്ങും പറയുന്നത്. നമുക്ക് ഒരെണ്ണം കാച്ച. ഇവിടുത്തെ ഡോളർ സ്റ്റോറിലൊക്കെ നല്ല പൈസയായി കാണും അല്ലേ? കാരണം ഇവരൊക്കെ എങ്ങനെ പിടിച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. കാരണം നമ്മുടെ അവിടെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പം അത് താരിഫ് കൂട്ടിയില്ലേ ഇവിടുത്തെ? ശരിയാ. ഫൈനലി നോക്കുമ്പോഴത്തേക്ക് അമേരിക്കക്കാരല്ലേ സഫർ ചെയ്യണം അല്ലേ? അതെ.
കാരണം ഇവര് കൊണ്ടുവരുന്നതിനെല്ലാം ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ അവര് സാധനം കൊണ്ടുവരാണ്ടിരിക്കും. എത്രയെന്ന് പറഞ്ഞാല് കസ്റ്റമറുടെ കയ്യിൽ വരുന്നതിന് പ്രൈസ് കൂടുമല്ലോ. അതെ, ആരെയും അടുത്ത് പഠിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ വീണ്ടും ബാറ്റൺ റൂഷിലേക്ക് തിരിച്ചു ചെന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള റൂട്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ടൺ ഈസ്റ്റ്, ഇൻഡസ്ട്രിയൽ ടണ്ണിന്റെ ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാറ്റൺ റൂഷ് ബ്രോ, ബാറ്റൺ റൂഷ് ടൗൺ ആണ്. നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ? കണ്ടേക്കാം, നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൗൺ ആണ്. ദിസ് ഈസ് ദ പോർട്ട് അലൻ, പോർട്ട് ഓഫ് ബാറ്റൺ റൂഷ്. ഇത് ഒരു വലിയ പോർട്ടാ, മറ്റേ ഈ കാർഗോ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഇഷ്ടംപോലെ കണ്ടെയ്നേഴ്സും ട്രക്കുകളും ഇപ്പൊ ഈവൻ ഷിപ്പിന്റെ അകത്തൊക്കെ ആണെങ്കിലും ഏതാണ്ട്. അപ്പൊ നമുക്ക് കടല കാണാൻ പറ്റുന്നുണ്ടോ? സീ കാണാൻ പറ്റുന്നുണ്ടോ? സീ അല്ല, പക്ഷെ അത് ഏതാണ്ട് ഒരു വലിയ റിവർ ആണെന്ന് തോന്നുന്നു. നമ്മുടെ എവിടെയൊക്കെ വരുന്നു, ബർലിംഗ്ടൺ ആ ഭാഗത്തൊക്കെ വരുന്നു. വലിയ റിവർ, അതിന്റെ കൂടെ ഷിപ്പൊക്കെ പോകുന്നത്. പോർട്ട് ഓഫ് ഗ്രേറ്റർ ബാറ്റൺ റൂഷ്. ഇത് വലിയ സിറ്റി ആണല്ലോ ബ്രോ. പിന്നെ ഞാൻ പറഞ്ഞ ലൂയിസിയാനയുടെ ക്യാപിറ്റൽ ആണെന്ന് തോന്നുന്നു ബാറ്റൺ റൂഷ്. നമ്മളവിടെ ഡെലിവറി ചെയ്തെന്നറിയോ? ബാറ്റൺ റൂഷാ ബാറ്റൺ റൂഷാ ക്യാപിറ്റൽ. ഈ സാധനം കണ്ടില്ലേ? ഈ സാധനം കണ്ടതിന്റെ കുറച്ചപ്പുറയാണ് നമ്മുടെ ബിൽഡിംഗ്. ഇതിന്റെ ഇടക്കൂടെ ഒക്കെ വേണമായിരുന്നു നമ്മൾ കയറി പോകാൻ വേണ്ടിട്ട്. ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്തേ. അയ്യോ, അതുകൊണ്ടോ പോയി ലൈറ്റ് ആക്സിഡന്റ് ആണല്ലോ. റോഡിന് പുറത്ത് പോയില്ലേ? ഒരു മര്യാദ ഇല്ലാതെ അത്ര ആക്സിഡന്റ് കണ്ടിട്ടു ആ ലൈനി വന്നെ കേട്ടോ. അതെ, അവൻ അതിൽ തന്നെ പോവാട്ടോ. അതിൽ തന്നെ ഒരു മര്യാദ ഇല്ലാതെ ഒരു ട്രക്ക് അവിടെ വേണ്ട ഇത്ര പോലീസുകാരെ ലൈറ്റ് വിട്ട് നിന്നിട്ട് ഒരു മര്യാദ ഇല്ലാത്ത കാറുകാര് എങ്ങനെ പോയി അവൻ? അതെനിക്ക് തോന്നുന്നുണ്ടല്ലോ അവൻ ആ സൈഡ് കയറി നിർത്തിയായിരിക്കും. അവർക്ക് മര്യാദ ഇല്ലെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ നോർത്ത് അമേരിക്ക, ഇപ്പൊ കാനഡ ആയാലും നോർത്ത് അമേരിക്ക ആണെങ്കിലും റൂളാണ് നമ്മളെപ്പോഴും ഒരു ലൈൻ വിട്ടു കൊടുക്കണം, സ്റ്റോപ്പ് ഡോർ സ്ലോ മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട്. അപ്പം പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ പോലീസുകാരൊക്കെ ഇവിടെ ഷോൾഡറിലോ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈൻ ഇപ്പുറം മാറ്റിയപ്പോൾ ഇപ്പൊ അടുത്ത ട്രക്ക് അവനെന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് കോണും വെച്ചിട്ട് വേണ്ട ഇപ്പൊ നിർത്തിയേക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ലൈൻ ഫ്രീ ആയിട്ട്, കാരണം അത്രയും നമ്മൾ ക്ലോസ് ആയിട്ട് ഒരു ട്രക്കോ മറ്റേത് വണ്ടിയാണെങ്കിലും പോയി കഴിഞ്ഞാൽ ആക്സിഡന്റുകൾ നടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ട്രക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ വാക്കും പുറകെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതുപോലെ ഒരു വലിയ നമ്മുടെ എന്നായി പറഞ്ഞ ഒരു വേൾപൂൾ പോലെ ഒരു കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകും. അത് ഇപ്പം വണ്ടികളെ ഷെയ്ക്ക് ചെയ്യാനും അപകടങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഇത്ര സ്പേസ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അത്ര ഒരു ട്രക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ അമ്മാരല്ലേ ആർക്കെങ്കിലും പോണം, അമ്മാർക്ക് അമ്മാരുടെ ലൈഫ്, ദാറ്റ്സ് ഓൾ. ലൂയിസിയാന എങ്ങനെയുണ്ട്? പൊതുവെ ഇഷ്ടപ്പെട്ടോ? ആദ്യത്തെ വരവല്ലേ? പൊളിയാട്ടോ, പൊളിയാ. നല്ല ഒരു കണ്ണിന് കുളിർന്ന ഒരു ഇതല്ലേ. നമ്മളിപ്പോ അവിടുന്ന് ഇപ്പൊ നമ്മുടെ പിക്കപ്പിന്റെ അവിടെ നമ്മുടെ റെയിൽവേ ക്രോസ് കഴിഞ്ഞില്ലേ, അതിന്റെ അവിടെ ഫ്രണ്ട് കണ്ടാണ് കുറച്ച് മരങ്ങൾ നിന്നിട്ട് അടിപൊളി ഒരു ലോണും കാര്യങ്ങളൊക്കെ. ഇനി വേണ്ട ഇവിടത്തെ ഈ സെറ്റപ്പുകൾ നോക്കി ഇതുപോലെ ഭയങ്കര ഈ റൂട്ട് ഇങ്ങനെ ഒരു 100 കിലോമീറ്ററോളം ഇതുപോലെയാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ. അടിപൊളി ലോൺ നല്ല കട്ട് ചെയ്ത് തീർത്ത് മരങ്ങൾ മാത്രം ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ എന്നെ രസമല്ലേ. ഭംഗിയാ, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാ. ഒറ്റ പ്രശ്നമുള്ളൂ, പൊന്നു ബ്രോ ഇപ്പൊ സ്പ്രിങ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോ ഉണ്ടല്ലോ ചൂടായിരിക്കും, ചൂട്. അതുകൂടാതെ നമ്മൾ അലബാമ ഏരിയ ഒക്കെ പോയി കഴിയുമ്പോ ഉണ്ടല്ലോ അവിടുത്തെ വീടുകളെല്ലാം നമ്മുടെ ഈ കുട്ടനാട്ടിലൊക്കെ ഇപ്പൊ ഈ വെള്ളപ്പൊക്കം പേടിച്ചിട്ട് തൂണിന്റെ മുകളിലല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തൂണല്ല തറയ്ക്ക് പൊക്കം കൂട്ടിയിട്ട് അതിന്റെ മുകളിലാണല്ലോ വീടുകൾ പണിയുന്നത്. ഇപ്പോഴേ മറ്റേ വെള്ളപ്പൊക്കം, അപ്പൊ വെള്ളം അത്യാവശ്യമൊക്കെ ഒന്ന് പൊങ്ങിയാലും വീട്ടിൽ കയറാണ്ടേ, അറിയാവോ? ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കൾ വീടുണ്ട്, അവര് പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കത്തിന് സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാം രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇവരെന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ വീടെല്ലാം തടിയുടെ വീടുകളാണല്ലോ. അപ്പം അതിന്റെ ബേസുകളെല്ലാം ഇങ്ങനെ തൂണുകൾ പില്ലർ പോലത്തെ സെറ്റപ്പ് ആയിരിക്കും. അതായത് നമ്മളെ ഫ്ലാറ്റ് പണിയുന്ന പോലെ പില്ലറിലുള്ള കൺസ്ട്രക്ഷൻ ഇല്ലേ, ഫോട്ടോ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എന്നിട്ട് അപ്പൊ താഴെയൊക്കെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും അല്ലെ കാർ പാർക്ക് ചെയ്യാനൊക്കെ പകല് അല്ലെ വെള്ളപ്പൊക്കം ഇല്ലാത്തടത്ത് ഉപയോഗിക്കാം. പക്ഷെ അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ കുറെ പില്ലറിന്റെ മുകളിൽ വലിയ 2 നിലകളൊക്കെ വലിയ വീടുകളാ. പക്ഷെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ കുറെ പില്ലറിന്റെ മുകളിൽ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നമ്മുടെ കൺസ്ട്രക്ഷൻ പോലെ തന്നെയല്ലേ, അതിന്റെ മുകളിലേക്കൊക്കെ സെയിം തന്നെ. പക്ഷെ താഴത്തേക്ക് ഈ പില്ലറുകൾ കുറെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടാവും.
നല്ല രസമുള്ള കാഴ്ചകളാണ്. ഓ, അപ്പൊ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ. വെള്ളം കയറുന്നാലും ഇപ്പം കഴിഞ്ഞ സീസണിലാണേലും നല്ല വലിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായത് ഇവിടെ അല്ലേ. എന്നാലും നിങ്ങൾക്ക് മറ്റേ മുതലിറച്ചി മേടിച്ചു തരാൻ പറ്റില്ലല്ലോ. ഓ മാൻ, ലേബറിന്റെ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒറ്റ ഡെലിവറി ആവുന്ന ഒരു സമയം അവിടെ. മുതലയും ക്രാബിനെയും കഴിക്കാൻ പറ്റില്ല. മുതലയും മേടിച്ചു തരാൻ പറ്റില്ല, ക്രാബും മേടിച്ചു തരാൻ പറ്റില്ല. മറ്റൊരു അവസരത്തിലാവട്ടെ. കഴിക്കാൻ പറ്റാതിരിക്കട്ടെ. അതിനാ കാരണം ലേബർ കിട്ടിയാലേ നമ്മള് കഴിക്കുക. വല്ലപ്പോഴും ഒരു ലേബർ കിട്ടുന്നൊക്കെ ഒരു രസമല്ലേ. നല്ല ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ബ്രോ. അതെ, നല്ലൊരു ബിയറും ഒരു 2 പൗണ്ട് മറ്റേ ക്രാബ് ഫിഷും മേടിച്ച് ക്രാബ് ഫിഷ് കഴിക്കുക, ബിയർ അടിക്കുക, നേരെ ഒന്നൊരു കുളിയും കഴിഞ്ഞ് ഒറ്റ ഉറക്കം. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് 2:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട ലൂയിസിയാന ക്രോസ് ചെയ്ത് മിസിസിപ്പി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഏകദേശം 20 കിലോമീറ്ററിൽ നമുക്ക് ഇവിടെ ഒരു ലൗസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലൗസിൽ നിന്ന് നമ്മളൊരു കുളിയൊക്കെ പാസ്സാക്കി ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിപാടി. നേരെ ഷിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ജോമറ്റോയ ആയിരിക്കും പിന്നെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ജോമറ്റോയ വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് ഇന്നലെ നമ്മൾ ചെയ്തിരുന്ന ഒരു സെഷൻ ഉണ്ടല്ലോ, മറ്റേ ഉത്തരം പറയാനുള്ള കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സേ. അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ പയ്യെ അങ്ങ് അവസാനിപ്പിക്കാവേ. ചുമ്മാ കുറച്ച് ക്യൂആന ചെയ്ത് നമുക്കതങ്ങ് അവസാനിപ്പിക്കാമെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ മിസിസിപ്പിയിലെ ഒരു മേജർ ടൗൺ ആണ് ജാക്സൺ മിസിസിപ്പി എന്നൊക്കെ പറഞ്ഞ് ബ്രൂണോ മാർസിന്റെ പാട്ടിൻ്റെ അത് കേട്ടിട്ടില്ല. അപ്പൊ ആ ജാക്സൺ വരുന്നതേ ഉള്ളൂ. ആ ജാക്സണിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ കൊണ്ടുവരാം. എന്നാ ഫ്രണ്ടിലേക്ക് പോണേല് മോശ നമ്മ ഹൈവേ ലോക്സ് അല്ലേ ബ്രോ. മാഷാല്ലാ. അങ്ങനെ നല്ലൊരു കുളിയും കഴിഞ്ഞു. ദേ ഒരു കാപ്പി എടുത്ത് ഫ്രഷായി. ഇനി നേരെ നമുക്ക് പോയി ജോമറ്റോയ വണ്ടി എടുത്ത് വിട്ടുപോവാം. നമ്മുടെ അടുത്ത ട്രിപ്പിൻ്റെ ലോഡ് ഓൾറെഡി റെഡിയായി കിടക്കുക കേട്ടോ. ഈ നാളെ നമ്മൾ യാർഡിലെത്തിയിട്ട് ഈ ട്രെയിലർ അവിടെ ഇട്ടിട്ട് വേണം അടുത്ത ട്രെയിലർ ഹുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാണെന്നുള്ള അറിയത്തില്ല, അവിടെ നാളെ പറയാമെന്നാണ് പറഞ്ഞു. റെഡിയാണോ സാറേ? എന്നാ സാറാ സർപ്രൈസാ? എന്നാ സാറേ ഇത് മാമ്പഴോ? മാഷാല്ലാ, അടിപൊളി. എന്നാ വേണം? മാമ്പഴം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? ഓ ഗോഡ്, താങ്ക് യു ബ്രോ. ഇതിൽ കൂടുതലൊക്കെ എന്നാ വേണമേ? മധുരം കേട്ടോ. എവിടുന്ന ബ്രോ ഇത്? ഇറ്റോബിക്കോയിലെ ഉദയ. മലയാളി സ്റ്റോറാ അതോ ഇന്ത്യൻ സ്റ്റോർ? തമിഴ്. തുലിപ്സ് കണ്ടു തിരിച്ചു വന്നല്ലേ? അപ്പൊ ഞങ്ങൾ കേറിയതാ. നമ്മൾ മക്കൊമ്പ് എന്ന് പറയുന്ന മക്കൊമ്പ് MCCOMB എന്ന് പറയുന്ന മിസിസിപ്പിയിലെ ഒരു ചെറിയ ടൗണിനോട് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ടൗണിലേക്ക് അടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് നിറയെ കൺസ്ട്രക്ഷൻ. നമ്മൾ രാവിലെ ഇന്ന് വീഡിയോ തുടങ്ങാൻ നേരത്തെ ഒരു കൺസ്ട്രക്ഷൻ സോഡിൽ കൂടെ പോയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അത് ഈ മക്കൊമ്പ് ഏരിയ ആയിരുന്നു.